അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ നഈം വിഷൻ എന്ന ചാനലിലൂടെ കുറച്ച് ദിവസങ്ങളായി ക്ലാസ്സുകളൊന്നും ഇല്ലാതിരിക്കുകയായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇനി അങ്ങോട്ട് മുടങ്ങാതെ ക്ലാസ്സുകളും പ്രസംഗങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ബലിപെരുന്നാളാണ് നമ്മളിലേക്ക് കടന്നു വരാൻ പോകുന്നത്. ആ ബലിപെരുന്നാൾ ദിവസത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സൽക്കർമ്മമാണ് ഉദ്ഹിയത്ത് എന്നുള്ളത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, പെരുന്നാൾ ദിവസം ഒരു മുഅ്മിനായ മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സൽക്കർമ്മം അത് ഉദ്ഹിയത്ത് കർമ്മമാണ്. വളരെയധികം ശ്രേഷ്ഠതയാണ് ഉദ്ഹിയത്തിനുള്ളത്. എല്ലാ വർഷവും നമുക്ക് ഉദ്ഹിയത്ത് കർമ്മം നിർവഹിക്കാറുള്ളവരാണ്. അതിൻ്റെ ശ്രേഷ്ഠത കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കൂടുതൽ അതിലേക്ക് ഉത്സാഹമുണ്ടായി മാറുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പരിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞു, ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ആ ചെറിയ സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, ഇന്നാ അഅ്തൈനാകൽ കൗസർ, നബിയെ തങ്ങൾക്ക് നാം ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ആ വലിയ അനുഗ്രഹത്തിൽപ്പെട്ട ഒന്നാണ് പരലോകത്ത് ഹൗദുൽ കൗസർ എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഹൗദാണ് ഹൗദുൽ കൗസർ. അത് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്ത വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ ഇന്നാ അഅ്തൈനാകൽ കൗസർ, തങ്ങൾക്ക് നാം ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് നബിയെ, തങ്ങൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നാം നൽകിയിട്ടുണ്ട്. അപ്പോൾ തങ്ങൾ അതിനെന്താണ് ചെയ്യേണ്ടത്? ഫസ്വല്ലി ലിറബ്ബിക വൻഹാർ, അതുകൊണ്ട് നബിയെ തങ്ങൾ നിസ്കരിക്കണം. അതുപോലെ തന്നെ ഫസ്വല്ലി ലിറബ്ബിക, അങ്ങയുടെ റബ്ബിന് വേണ്ടി അങ്ങ് നിസ്കരിക്കണം. വൻഹാർ, അങ്ങ് ബലികർമ്മം നിർവഹിക്കുകയും ചെയ്യണം, ബലി അറുക്കുകയും ചെയ്യണം. ആ ബലികർമ്മം നടത്തുന്നത്, നമ്മൾ ഉദ്ഹിയത്ത് നടത്തുന്നത് വലിയ പെരുന്നാൾ ദിവസവും അതുപോലെ തന്നെ ശേഷമുള്ള അയ്യാമുത്ത ശരീക്കിന്റെ ദിവസങ്ങളിലുമാണ്. പെരുന്നാൾ ദിവസത്തിൽ തന്നെ നടത്താൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ അതിൻ്റെ പിറ്റേന്നുള്ള ശേഷമുള്ള 3 ദിവസം, അയ്യാമുത്ത ശരീക്കിൻ്റെ 3 ദിവസങ്ങൾ, ആ ദിവസങ്ങളിലും ഉദ്ഹിയത്ത് കർമ്മം നിർവഹിക്കാവുന്നതാണ്. അപ്പോൾ ഉദ്ഹിയത്ത് കർമ്മം നിർവഹിക്കണം, ആ ബലികർമ്മം നിർവഹിക്കണമെന്ന് മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് കാണാം. യാ ആയിഷ, അല്ലയോ ആയിഷ, ഖദ്ദിമി ഉദ്ഹിയതകി വഷ്ഹദിഹാ, നീ ഉദ്ഹിയത്ത് കർമ്മം നിർവഹിക്കണം ആയിഷ, ആ ഉദ്ഹിയത്ത് കർമ്മം നീ നിർവഹിക്കണം. വഷ്ഹദിഹാ, ആ സമയത്ത് ഉദ്ഹിയത്ത് കർമ്മം നടത്തുന്ന സമയത്ത്, ആ ബലിമൃഗത്തെ അറുക്കുന്ന സമയത്ത് നീ അവിടെ സാക്ഷിയാവുകയും ചെയ്യണം. എന്താണ് അതിന് കാരണം? ഫഇന്ന ലകി ബി അവ്വലി ഖത്റത്തിൻ തഖ്തുറു മിൻ ദമിഹാ അലൽ അർളി അൻ യഗ്ഫിറ ലകില്ലാഹു തആല മാ സലഫ മിൻ ദുനൂബിക. ഈ ഉദ്ഹിയത്ത് കർമ്മം നിർവഹിക്കുമ്പോൾ ആ മൃഗത്തിന്റെ ശരീരത്തിൽ നിന്നും ഭൂമിയിലേക്ക് ആദ്യമായി ഇറ്റി വീഴുന്ന ആ രക്തത്തുള്ളി, ആ ആദ്യമായി ഇറ്റി വീഴുന്ന രക്തത്തുള്ളി, ആ സമയത്ത്, ആ രക്തം ഇറ്റി വീഴുന്ന സമയത്ത് ആ മൃഗത്തിന്റെ ശരീരത്തിൽ നിന്നും ആ ഉദ്ഹിയത്ത് കർമ്മം നിർവഹിക്കുമ്പോൾ ഭൂമിയിലേക്ക് ഇറ്റി വീഴുന്ന ആ രക്തത്തുള്ളി, ആ ആദ്യത്തെ രക്തത്തുള്ളി ഇറ്റി വീഴുമ്പോൾ തന്നെ നിന്റെ മുഴുവൻ പാപങ്ങളും, മുൻകഴിഞ്ഞു പോയ മുഴുവൻ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുന്നതാണ്. ആ ഒരൊറ്റ രക്തത്തുള്ളി കാരണത്താൽ അള്ളാഹു പുറത്തു തരുന്നതാണ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഫഖാലത്ത്, ആ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലയോ അല്ലാഹുവിൻ്റെ റസൂലേ, അലനാ ഖാസ്സത്തുൻ അം ലിൽ മുഅ്മിനീന ആമ്മ, ഇത് എനിക്ക് മാത്രമുള്ള പ്രത്യേകതയാണോ, അതല്ലെങ്കിൽ നമുക്ക് മാത്രമുള്ള പ്രത്യേകതയാണോ, അതോ ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കുമുള്ള പ്രത്യേകതയാണോ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഫഖാല അലൈഹി സ്വലാത്തു വസ്സലാം ബൽ ലനാ വലിൽ മുഅ്മിനീന ആമ്മ, ഇത് നമുക്കും
ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും ലഭിക്കുന്ന പ്രത്യേകതയാണ്, പ്രതിഫലമാണ്. അപ്പോൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ചോദിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് എല്ലാ മുഅ്മിനീങ്ങൾക്കും ലഭിക്കുന്ന പ്രതിഫലമാണ്. ഈ ഉദ്ഹിയ്യത്ത് കർമ്മം കൊണ്ട് ആയിഷ ബിബിക്ക് മാത്രമല്ല എല്ലാ മുഅ്മിനീങ്ങൾക്കും ഈ പ്രതിഫലം ലഭിക്കും. അതായത് പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെടാൻ കാരണമാണ്. ആ ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിക്കുന്ന സമയത്ത് ആ മൃഗത്തിൽ നിന്ന് ഇറ്റി വീഴുന്ന രക്തത്തുള്ളിയുടെ കാരണത്താൽ ആദ്യമായിട്ട് ആ രക്തത്തുള്ളി ഇറ്റി വീഴുമ്പോൾ അത് കാരണമായി അള്ളാഹു അവരുടെ മുൻകഴിഞ്ഞ മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് എന്ന് ഷഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, ഹബീബായ തങ്ങൾ പഠിപ്പിക്കുന്നു, അള്ളിമൂ ലഹായാക്കും ഫഇന്നഹാ അലസ്സിറാത്തി മതായാക്കും. അതേ, നിങ്ങളുടെ ഉദ്ഹിയ്യത്ത് മൃഗങ്ങളെ നിങ്ങൾ ബഹുമാനിക്കുക. ഉദ്ഹിയ്യത്തെടുക്കാൻ നിങ്ങൾ കൊണ്ടുവരുന്ന മൃഗങ്ങളില്ലേ, ആ മൃഗങ്ങളെ നിങ്ങൾ ബഹുമാനിക്കണം. ബഹുമാനത്തോടെ കാണണം. അവൻ ഉപദ്രവിക്കാനൊന്നും പാടില്ല. അതിനെ നല്ല തലോടി നല്ല സ്നേഹത്തോടെ ബഹുമാനത്തോടെ നമ്മൾ കൊണ്ടുവരണം ആ മൃഗത്തിനെ. കാരണം ഈ മൃഗം ഏത് മൃഗമാണ്? ഫഇന്നഹാ അലസ്സിറാത്തി മതായാക്കും. ഇത് പരലോകത്ത് സിറാത്ത് പാലം കടന്നു പോകുമ്പോൾ, അതേ സിറാത്ത് പാലം കടന്നു പോകുമ്പോൾ ഈ ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിച്ച മുഅ്മിനായ മനുഷ്യന് അവനവിടെ നല്ല രൂപത്തിൽ സഞ്ചരിക്കാനുള്ള വാഹനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉദ്ഹിയ്യത്ത് മൃഗത്തിനെ മാറ്റുന്നതാണ്. നമ്മൾ ആടിനെ ഉദ്ഹിയ്യത്ത് അറുത്തെങ്കിൽ അവിടെ ആടിൻ്റെ പുറത്ത് കയറി പോകുമെന്നല്ല. ഒരു എരുമയോ പോത്തിനെയോ നമ്മൾ ഉദ്ഹിയ്യത്ത് അറുത്തതെങ്കിൽ ആ എരുമയുടെയും പോത്തിൻ്റെയും പുറത്ത് കയറി സിറാത്ത് പാലത്തിലൂടെ പോകുമെന്നല്ല, മറിച്ച് നമുക്ക് യാത്രയ്ക്ക് പറ്റുന്ന നല്ലൊരു വാഹനമായി, നല്ലൊരു ആരോഗ്യ ദൃഢഗാത്രനായ നല്ലൊരു മൃഗമായി, കുതിരയായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മൃഗത്തിനെ അവിടെ കൊണ്ടുവരുന്നതാണ്. നിങ്ങൾ നോക്കൂ, ഒരു ചരിത്രത്തിൽ നമുക്ക് കാണാം, മഹാനായ അഹ്മദ് ബിൻ ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന ലീ അഖുൻ ഫഖീറുൻ, എനിക്ക് പാവപ്പെട്ടവനായ ഒരു സഹോദരനുണ്ടായിരുന്നു, ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. വകാന മഅ ഫഖരിഹി യുളഹി കുല്ല സനത്തിൻ ബിശാത്തിൻ, അവന് ദാരിദ്ര്യമുള്ളവനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും എല്ലാ വർഷവും ഒരു ആടിനെയെങ്കിലും വാങ്ങിയിട്ട് അവൻ ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിക്കുമായിരുന്നു. ആ ഉദ്ഹിയ്യത്ത് കർമ്മത്തിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിയ കാരണത്താൽ പരലോകത്ത് സിറാത്ത് പാലം ഗതിവേഗത്തിൽ കടന്നു പോകാൻ ഉപകരിക്കുന്ന വാഹനമായി അവിടെ വരും എന്ന കാരണത്താൽ ഈ പാവപ്പെട്ടവനായ മനുഷ്യൻ എങ്ങനെയെങ്കിലും ഒരു ആടിനെയെങ്കിലും വാങ്ങിയിട്ട് ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിക്കുമായിരുന്നു. ഫലമ്മാ തുവഫിയ, അങ്ങനെ ഈ മനുഷ്യനങ്ങ് മരണപ്പെട്ടു പോയി. സ്വല്ലൈതു റകഅതൈനി, അങ്ങനെ ഈ മനുഷ്യനങ്ങ് മരണപ്പെട്ടു പോയി കഴിഞ്ഞപ്പോൾ, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാനതാ ഒരു ദിവസം 2 റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ട് ഫഖുൽതു, ഞാൻ റബ്ബിനോട് അങ്ങ് ദുആരന്നു. എന്താണ്? അല്ലാഹുമ്മ അരിനി അഖീ ഫീ നൗമി ഫഅസ്അലുഹു അൻ ഹാലിഹി, എൻ്റെ ആ മരണപ്പെട്ടു പോയ സഹോദരനെ, ആ കൂട്ടുകാരനെ എനിക്കൊന്ന് സ്വപ്നത്തിൽ കാണണം റഹ്മാനെ, എനിക്കൊന്ന് സ്വപ്നത്തിൽ കാണണം. എന്നിട്ട് എൻ്റെ കൂട്ടുകാരനോട്, എൻ്റെ സഹോദരനോട് എനിക്ക് അവൻ്റെ അവസ്ഥ എന്താണ്, അവൻ്റെ അവസ്ഥകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കണം. കാരണം അവനൊരു പാവപ്പെട്ടവനായിരുന്നിട്ട് പോലും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു. അവൻ ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിക്കുന്നതിൽ വളരെയധികം ഉത്സാഹം കാണിച്ച ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ അവസ്ഥ എന്താണ് എന്നെനിക്കൊന്ന് അവനോട് ചോദിക്കണം. അതുകൊണ്ട് എനിക്ക് അവനെ ഒന്ന് സ്വപ്നത്തിൽ കാണണമെന്ന് ഞാൻ റബ്ബിനോട് ദുആരന്നു. ഫനിംദു, അങ്ങനെ ദുആ ചെയ്തിട്ട് ഞാൻ ഫനിംദു അലൽ വുളൂഇ, ഞാൻ വുളൂഓടുകൂടി കിടന്നുറങ്ങി. ഫറഅയ്തു ഫീ മനാമി, ഞാൻ അങ്ങനെ സ്വപ്നത്തിൽ കാണുകയാണ്. കഅന്നൽ ഖിയാമത ഖദ് ഖാമത്ത്, ഖിയാമത്ത് നാൾ സംഭവിച്ചിരിക്കുന്നു. ഖിയാമത്ത് നാൾ സംഭവിച്ചതായി ഞാൻ സ്വപ്നം കാണുകയാണ്. വഹുശിറന്നാസു മിൻ ഖുബൂരിഹിം, നോക്കൂ, ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. ഇതുവരെയും മരണപ്പെട്ടു പോയ മുഴുവൻ ജനങ്ങളെയും ഖബറുകളിൽ നിന്ന് ജീവൻ നൽകിയിട്ട്, അതേ പുനർജീവൻ നൽകിയിട്ട് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. ഫഇദാ അഖീ, അങ്ങനെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയ സമയത്ത് ആ കൂട്ടത്തിൽ ഞാൻ കാണണമെന്ന് ആഗ്രഹിച്ച എൻ്റെ സഹോദരൻ, എൻ്റെ കൂട്ടുകാരൻ ആ കൂട്ടത്തിലുണ്ട്. ഫഇദാ അഖീ റാകിബുൻ അലാ ഫറസിൻ അശ്ഹുബിൻ, നല്ല ചുറുചുറുക്കുള്ള നല്ലൊരു കുതിരപ്പുറത്ത് കയറി
എൻ്റെ ആ കൂട്ടുകാരൻ, ആ സഹോദരൻ, അവൻ നല്ല ചുറുചുറുക്കുള്ളൊരു കുതിരപ്പുറത്ത് കയറി അങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ടോ ഒരുപാട് മുന്തിയതരം മൃഗങ്ങൾ അവൻ്റെ ചുറ്റുഭാഗത്തുമായി അവിടെ നിൽക്കുന്നുണ്ട്. അവൻ ഇരിക്കുന്നത് നല്ല ആരോഗ്യ ദൃഢഗാത്രനായ നല്ല ചുറുചുറുക്കുള്ള നല്ലൊരു കുതിരപ്പുറത്താണ് എൻ്റെ ആ സഹോദരൻ ഇരിക്കുന്നത്. ചുറ്റുഭാഗത്തുമായി ധാരാളം മൃഗങ്ങൾ, മുന്തിയ ഇനത്തിൽപ്പെട്ട ധാരാളം മൃഗങ്ങൾ വേറെയുമുണ്ട് എന്ന് ഈ മഹാനായ അഹ്മദ് ബിൻ ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ആ സമയത്ത് ഫഖുൽതു, സ്വപ്നത്തിൽ തന്നെ എൻ്റെ ആ സഹോദരനോട്, കൂട്ടുകാരനോട് ഞാൻ ചോദിച്ചു, യാ അഖീ, അല്ലയോ എൻ്റെ സഹോദരാ, മാ ഫഅലല്ലാഹു ബികാ, നിന്റെ അവസ്ഥ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നോട് എങ്ങനെയാണ് പെരുമാറിയിട്ടുള്ളത്? നിനക്കെന്താണ് നൽകിയിട്ടുള്ളത്? നിന്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചപ്പോ ഫഖാല, ആ മനുഷ്യൻ പറയുകയാണ്, ഗഫറലി റബ്ബി, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പുറത്തു തന്നിരിക്കുന്നു. എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, എന്നിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പാപങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെയും എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തന്നിരിക്കുകയാണ്. ഫഖുൽതു, അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരനോട്, സഹോദരനോട് ചോദിച്ചു, ബിമാ, എന്ത് കാരണത്താലാണ് നിനക്ക് അല്ലാഹു തആല പുറത്തു തന്ന് നിന്നെ വിജയിയായി പ്രഖ്യാപിച്ചത്? എന്ത് കാരണത്താലാണ്? ഫഖാല, അപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, ബിസ്സബബി ദിർഹമിൻ തസദ്ദഖതു ബിഹി അലാ ഇംറഅത്തിൻ അജൂസത്തിൻ ഫഖീറത്തിൻ ഫീ സബീലില്ലാഹ്, ദുനിയാവിൽ വെച്ച് അതാ വളരെ പാവപ്പെട്ടവരായിരുന്ന, വളരെ പാവപ്പെട്ടതും വൃദ്ധയുമായിരുന്ന ഒരു ഉമ്മയ്ക്ക് ഞാനൊരു ദിർഹം സദഖ കൊടുത്തിരുന്നു. അതേ, വൃദ്ധയായിരുന്ന ഒരു ഉമ്മ, വളരെയധികം വൃദ്ധയായിരുന്ന ഒരു ഉമ്മ, അവർ വളരെ ദരിദ്രയാണ്. അവർക്ക് ഞാൻ കുറച്ച് വെള്ളിക്കാശ് അവർക്ക് ഞാൻ സ്വതക കൊടുത്തു. അത് കാരണത്താൽ അള്ളാഹു എനിക്ക് എൻ്റെ എല്ലാ പാപങ്ങളും പുറത്തു തന്നിരിക്കുകയാണ്. ഫഖുൽതു, അപ്പൊ ഞാൻ വീണ്ടും ഈ മനുഷ്യനോട് ചോദിക്കുകയാണ്, മാ ഹാദിഹിൻ നജായിബു, ഈ കാണുന്ന മുന്തിയ ഇനത്തിൽപ്പെട്ട ഈ മൃഗങ്ങളൊക്കെ എവിടുന്ന് കിട്ടിയതാണ്? ഇതെങ്ങനെ വന്നതാണെന്ന് ചോദിച്ചപ്പോൾ ഖാല, ഈ മനുഷ്യൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഇതൊക്കെ ഞാൻ ഉദ്ഹിയ്യത്ത് കർമ്മം നടത്തിയ മൃഗങ്ങളാണ്. ഞാൻ ദുനിയാവിൽ വെച്ച് എല്ലാ വർഷവും ഞാൻ ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിക്കുമായിരുന്നു. ആ മൃഗങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്. വല്ലത്തി അർക്കബുഹാ അവ്വൽ ഉദ്ഹിയ്യതി, ഞാനിതാ കയറിയിരിക്കുന്ന കുതിരയില്ലേ, നല്ല ചുറുചുറുക്കുള്ള, നല്ല ആരോഗ്യ ദൃഢഗാത്രനായ, നല്ല ചുറുചുറുക്കുള്ള ഈ കുതിര, ഇത് ഞാൻ ആദ്യമായി എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഉദ്ഹിയ്യത്തർത്ത ആ മൃഗത്തിന് പകരമായി അള്ളാഹു എനിക്ക് നൽകിയ വാഹനമാണ് ഈ കുതിര. ബാക്കിയുള്ള മൃഗങ്ങൾ അത് മറ്റുള്ള ശേഷമുള്ള ഓരോ വർഷവും ഞാൻ നടത്തിയ ഉദ്ഹിയ്യത്ത് കർമ്മം, അതിൻ്റെ ഫലമായി അള്ളാഹു നൽകിയ മുന്തിയ ഇനത്തിൽപ്പെട്ട മൃഗങ്ങളാണ് എനിക്ക് വാഹനമായി നൽകിയിട്ടുള്ളതാണ്. ഞാൻ കയറിയിരിക്കുന്ന മൃഗം, ഞാൻ അറുത്ത ആദ്യത്തെ ഉദ്ഹിയ്യത്ത് കർമ്മം, അതിന് പകരമായി എനിക്ക് വാഹനമായി അള്ളാഹു നൽകിയതാണ് എന്ന് ആ മനുഷ്യൻ മഹാനായ അഹ്മദ് ബിൻ ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹുവിനോട് പഠിപ്പിച്ചു കൊടുത്ത ചരിത്രം നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട, വളരെയധികം ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ് ഉദ്ഹിയ്യത്ത് കർമ്മം എന്നുള്ളത്. അത് നമുക്ക് കൂട്ടമായിട്ട് നിർവഹിക്കാം, ഒറ്റയ്ക്കും നിർവഹിക്കാം. പൈസ ഉള്ളവർ, സമ്പത്തുള്ളവർ, ഒരു മൃഗത്തെ സ്വന്തമായിട്ട് വാങ്ങി ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിക്കാൻ കഴിവുള്ളവർ അങ്ങനെ തന്നെ അത് ചെയ്യുക. അതല്ലെങ്കിൽ കൂട്ടമായി 7 പേർക്ക് വീതം ചേർന്നുകൊണ്ട് ഒരു 2 വയസ്സുള്ള മൃഗത്തെ വാങ്ങിയിട്ട് ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിക്കാം. ആടിനെയാണ് അറുക്കുന്നതെങ്കിൽ, ഒരാടിനെയാണ് വാങ്ങി അറുക്കുന്നതെങ്കിൽ അതിൽ ഒരാൾക്ക് മാത്രമേ പങ്കുചേരാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എരുമയോ പോത്തോ കാളയോ വല്ലതുമാണ് നമ്മൾ വാങ്ങി അറുക്കുന്നതെങ്കിൽ 2 വയസ്സുള്ള മൃഗമായിരിക്കണം. അതിനെ അറുക്കുമ്പോൾ അതിൽ 7 പേർക്ക് വരെ പങ്കുചേരാവുന്നതാണ്. 7 പേർക്ക് വരെ ആ ഉദ്ഹിയ്യത്ത് കർമ്മത്തിൽ പങ്കുചേരാവുന്നതാണ്. അപ്പോൾ ഓരോ മഹല്ലുകളിലും, മഹല്ലടിസ്ഥാനത്തിലും അങ്ങനെ മഹല്ലുകളുടെ കീഴിൽ ഉദ്ഹിയ്യത്ത് കർമ്മം നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും, ആ നാട്ടിലുള്ളവരൊക്കെ അതിൽ സംഘടിച്ച് ആ മഹല്ലിൻ്റെ ആ ഐക്യത്തിൽ പങ്കാളികളായി ഓരോ മഹല്ലിലും ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിക്കുമ്പോൾ അവരുടെ കൂടെ ചേർന്നുകൊണ്ട് മഹല്ലിൻ്റെ കീഴിൽ വിശാലമായിട്ട് നടത്തിയാൽ അത് ഏറ്റവും നല്ലതായിരിക്കും. അതുപോലെ തന്നെ സ്വന്തമായിട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം, അതുപോലെ തന്നെ കൂട്ടമായിട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. മഹല്ലിൻ്റെ കീഴിൽ നടക്കുന്ന ഉദ്ഹിയ്യത്ത് കർമ്മങ്ങൾ
അതും എല്ലാവരും വിജയിപ്പിക്കണമെന്ന് ഞാൻ എല്ലാവരെയും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ആ ഉദ്ഹിയ്യത്ത് കർമ്മത്തിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി ആരും വിട്ടുനിൽക്കാതെ അതിലേക്ക് എല്ലാവരും ഉത്സാഹത്തോടെ കടന്നു വരണമെന്നും ഈ സമയത്ത് എല്ലാവരെയും അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഉദ്ഹിയ്യത്ത് കർമ്മം അത് നിർവഹിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.